ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാനംവയലാട്ടോ. കാനംവയൽ വെച്ചാൽ പുളിങ്ങം, രാജഗിരി ആ ഒരു ഭാഗത്തൂടെ വരുന്ന ഒരു സ്ഥലമാണ് ഈ കാനംവയൽ എന്ന് പറയുന്നത്. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഈ ഒരു ബസ്സിലെ കണ്ടക്ടറാണ്, അജിസൽ പറഞ്ഞിട്ടുള്ള ഒരു ബസ്സിലെ കണ്ടക്ടറാണ്. വീട്ടിൽ വീഡിയോ എഡിറ്റ് ആക്കിക്കൊണ്ടിരുന്ന എന്നോട് ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു, അജിസൽ ബസ്സിൽ നമുക്ക് കാനംവയൽ പോയിട്ട് വരാമെന്ന്. എന്നിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഒരു യാത്ര നമുക്ക് പോയിട്ട് വരാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് കാനംവയലാട്ടോ. ഈ ഒരു കാനംവയൽ യാത്രയാണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് കാനംവയൽ ബസ്സാണ്. അതെ, ആ ഫ്രണ്ടിൽ നിൽക്കുന്നത് 11 എൻ്റെ കശ്മല. അവൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത്. ഞാൻ മര്യാദക്ക് വീട്ടിൽ അടങ്ങിയിരിക്കുന്നത് എന്നെ പിടിച്ച് വാടാ കാനംവയൽ പോയിട്ട് വരാൻ തുടങ്ങിയിട്ട് വിളിച്ചവൻ. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഇറങ്ങി. ഇതിൽ പാട്ടുണ്ട്, കോപ്പിറൈറ്റ് അടിക്കുമ്പോൾ നല്ല പേടിയുണ്ട് കേട്ടോ. പാഠശാല ടൗണിൽ നിന്ന് 11:40 ബസ് എടുക്കുന്ന അജിസൽ എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സായത്. ഈ റോഡ് നമ്മളന്ന് കൊല്ലാടെ ചായ കുടിക്കാൻ പോയില്ലേ, ഒരു 3GI വ്ളോഗ്, അങ്ങോട്ട് പോയ റോഡാത്. ചെറുപുഴ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇത്. ക്രിസ്മസിൻ്റെ തിരക്കും കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ ടൗണിലൊന്നും. സാധാരണ ഈ ഓണ സമയത്തൊക്കെ നമ്മൾ ഈ ചെറുപുഴ ഏരിയയൊക്കെ ഭയങ്കര തിരക്കാണ്, ആൾക്കാർ സാധനം മേടിക്കാനാക്കാനൊക്കെ ആയിട്ട്. ഇത് ക്രിസ്മസ് ആയിട്ട് വലിയ തിരക്കൊന്നും കാണാനില്ല ഇവിടെ. ഒരു 5 മിനിറ്റ് ചെറുപുഴ സ്റ്റാൻഡിൽ നിർത്തിയ ശേഷം വണ്ടി പിന്നെ എടുത്തു കേട്ടോ. ചിറ്റാരിക്കാലേക്കും പുളിങ്ങോത്തേക്കും മാറിപ്പോകുന്ന റൂട്ട് ഇവിടെയാണേ. ഈ ഒരു പാലം കടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിറ്റാരിക്കാൽ ഭാഗത്തേക്ക് പോവാം. നമുക്ക് നേരെ പോയാൽ പുളിങ്ങോം, കോഴിച്ചാൽ, രാജഗിരി ഭാഗത്തേക്ക് പോവാം. പുളിങ്ങോം ബസ് സ്റ്റാൻഡാണ് കേട്ടത്. ബസ് സ്റ്റാൻഡ് എന്ന് പറയാനൊന്നുമില്ല, ചെറിയൊരു ഏരിയ അത്രേ ഉള്ളൂ. ഒരു 2-3 ബസ് കഷ്ടി അവിടെ നിർത്തിയിടാം, അത്രേ സ്പേസ് ഉള്ളൂ ഇവിടെ. ചെറിയൊരു ടൗൺ ഏരിയ ആണ്, നമ്മുടെ മലബാർ ഏരിയയിലുള്ള ചെറിയൊരു ടൗണാണ് ഈ ഒരു പുളിങ്ങോം എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വരുന്ന കൂടുതൽ ബസ്സുകളും പുളിങ്ങോം വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ രാജഗിരി, കോഴിച്ചാൽ ആ ഭാഗത്തേക്ക് അധികം ബസ് റൂട്ട് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പുളിങ്ങോം ഭാഗത്തുനിന്ന് കുറച്ച് ആൾക്കാർ കയറും. അങ്ങനെ കോഴിച്ചാൽ ടൗണിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ടൗണാട്ടോ, ഉള്ളി ഏരിയയിലുള്ള ചെറിയൊരു ടൗണ്. മലയോര മേഖലയാണ് മൊത്തം കുന്നുകളും അങ്ങനെയുള്ള പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ.
ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് കാനംവയൽ റോഡ് കയറും കേട്ടോ. ഇപ്പോൾ ഇങ്ങോട്ടുള്ള റോഡൊക്കെ മോശമാണ്. ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി തുള്ളിയേ പോകുന്ന ബസ്. ക്യാമറ നല്ല ഷെയ്ക്ക് ആകുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ ക്ഷമിക്കാം. നമുക്ക് ഇവിടെ ബസ് നിർത്തിയിട്ട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഒരു പുഴയും മലകളൊക്കെ ഉള്ളൊരു സ്ഥലം ഈ കാനംവയൽ. നോക്കട്ടെ അവിടെ എവിടം വരെ പോകുന്ന അറിയില്ല. കാനംവയൽ എത്തിട്ടോ. ഇവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പുറകുവശത്തൊക്കെ പുഴയും അപ്പുറത്തെ സൈഡ് മല, പിന്നെ ഫോറസ്റ്റ് ആട്ടോ. ഫോറസ്റ്റ് ഏരിയ ഇവിടെയൊക്കെ. ഇതാണ് നേരത്തെ പറഞ്ഞ പള്ളി കേട്ടോ. അതിൻ്റെ തൊട്ട് പുറകില് പുഴയാ. ആ നമ്മൾ നേരെ മുന്നിൽ കാണുന്ന ആ ഒരു കാടില്ലേ, ഞാൻ സൂം ചെയ്ത് കാണിച്ചതേ. ഈ ഒരു കാടുകളുണ്ടോ, ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ. ഇത് താഴെ ഭാഗത്തെ കൂടെ ആ പുഴ പോകുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞ പുഴ. ഇപ്പം വെള്ളം കുറവാണ്, ഫുള്ള് പാറക്കൂട്ടങ്ങളാണ് അവിടെ മൊത്തം. നമ്മൾ ഈ ഒരു ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരെ എത്തിയിട്ടോ. ബസ് ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. അങ്ങ് അവിടെ നിന്ന് ഈ ഒരു ബസ് തിരിച്ചിട്ട് വന്നത്. ഇവിടെയൊക്കെ സാധാരണക്കാരായ ആൾക്കാരുള്ള സ്ഥലമാണ്. കാനംവയൽ ഇങ്ങ് ടോപ്പിലെത്തി നമ്മൾ. ഇവിടെ നിന്നാണ് നമ്മൾ ബസ് തിരിച്ചത്. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം മോശം റോഡാന്ന് തോന്നുന്നു. ടാറിങ് ഉണ്ട്, എല്ലാം കട്ടറ. ഇവിടെ ഒരു യേശുവിൻ്റെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല, അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ, സോറി. യേശുവും ഒരു മാതാവിൻ്റെയും ഒരു രൂപമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, കണ്ടോ? ചെറിയ ചെറിയ വീടുകളൊക്കെ ആണ് കേട്ടോ. ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഇതങ്ങോട്ട് പോകുന്ന അറിയില്ല. പുഴയിൽ നിന്ന് വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പുഴയിലേക്ക് ഇറങ്ങാനുള്ള വഴി ഇവിടെ എവിടെയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകണില്ല. ചെറിയൊരു വീട് ഇവിടെ ഉണ്ട്. ഇവിടെ കടകളൊക്കെ ഉണ്ട്, ഒന്നും ഓപ്പൺ അല്ല. ക്രിസ്മസ് ആയതുകൊണ്ട് ഓപ്പൺ ആക്കാത്തതാണോ എന്നറിയില്ല. ഇവിടെ ചെറിയൊരു തോട് പോലത്തെ ഒരു സംഗതി ഉണ്ട്. അങ്ങ് മലയുടെ മുകളിൽ നിന്ന് ഒഴുകിയിരുന്ന വെള്ളമായിരിക്കും. ഇപ്പം വെള്ളം കുറവാണ്, ചെറിയൊരു വെള്ളമുണ്ട്. ഇതാ നമ്മൾ വന്ന ബസ് കേട്ടോ, അജിസൽ. പാടിച്ചാലിന് കയറുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ചെറിയ ബസ്സാട്ടോ. ഇവർ രണ്ടോളാണ് നമ്മളെ ബസ്സിലെ സാരഥികൾ കേട്ടോ. ഇവനാണ് ഇവൻ, എൻ്റെ ഫ്രണ്ട് ജിതിൻ. ഡ്രൈവർ അനൂപേട്ടൻ. 1:25 ആയപ്പോൾ കാനംവയലിൽ നിന്ന് തിരിച്ച് ബസ് അങ്ങോട്ട് തന്നെ പോകാലോ കേട്ടോ. ഇവരാണ് നമ്മുടെ ബസ്സിൻ്റെ സാരഥി. എൻ്റെ ഫ്രണ്ട് അവനാ, അതെ കണ്ടക്ടർ. അവനവിടെ ടിക്കറ്റ് കുറിക്കാൻ പോയി. റോഡ് നേരെ പോകുന്നത് ജോസ്ഗിരിയിലേക്കാണ് കേട്ടോ. രാജഗിരി ടൗൺ ആണ് കേട്ടോ ഇത്. കോഴിച്ചാലിന് ഈ ഒരു മേലേക്കുള്ള റോഡ് പോയാൽ താബോർ കേട്ടോ. മീൻതുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇത്. ഒരു വെറൈറ്റി സ്ഥലപ്പേരല്ലേ, മീൻതുള്ളി.
പാലം കണ്ടോ നിങ്ങൾ? അത് കേരളത്തിൽ നിന്ന് കർണാടകയിൽ പോകാൻ പറ്റുന്ന, നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ കർണാടകത്തിൽ പോകാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ളൊരു പാതയാണ്. പക്ഷെ അത് എന്തോ ഒരു കാരണം കൊണ്ട് റോഡ് പണിയും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ നിൽക്കുക. വർഷങ്ങളായി അത് അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്തോ കേരളവും കർണാടകവും തമ്മിലുള്ള എന്തോ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു. അത് ഇതുവരെ റെഡി ആയിട്ടില്ല. ഒരു പാലം കടന്നിട്ട് അപ്പുറത്തോട്ട് അധികം റോഡൊന്നും ഇല്ല. റോഡ് പണിയൊന്നും നടക്കാതെ അത് സ്റ്റക്കാക്കി ഇങ്ങനെ വെച്ചിരിക്കുക അവർ. നമ്മൾ തിരിച്ച് പുളിങ്ങോം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് തിരക്കുണ്ട് ആൾക്കാരുടെ. ക്രിസ്മസിൻ്റെ സാധനങ്ങൾ മേടിക്കാനും ആക്കാനൊക്കെ ഉള്ള തിരക്കാണ്. അങ്ങനെ 5 മിനിറ്റ് പുളിങ്ങോം ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിർത്തിയ ശേഷം നമ്മൾ ഇവിടുന്ന് വിട്ടു കേട്ടോ. ഇനി നേരെ ചെറുപുഴ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര. നമ്മൾ ചെറുപുഴ ടൗണിലെത്തിയിട്ടോ. ഇനി ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടേ ഇത് പോവുള്ളൂ. കാനമ്പയിൽ നിന്ന് ചെറുപുഴ വരെ വരുന്ന റൂട്ടിൽ ചെറുപുഴ വരെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സ്റ്റാൻഡിങ് ഒന്നുമില്ല, സിറ്റിങ് ഒരുവിധം നല്ലോണം ഉണ്ടായിരുന്നു. ഈ ഒരു ബസ്സിൻ്റെ പേര് അജിസൽ എന്നാണ്. ഞാൻ ഒരാളെ കാണിച്ചു തരാം. അതെ, ഇവനാണ് ആ ഒരു പേരിൻ്റെ ഉടമസ്ഥൻ കേട്ടോ, അജിസൽ. ഈ ബസ്സിൻ്റെ കുഞ്ഞു മുതലാളി ഇവനാണ്. നമ്മുടെ ചെറുപുഴയിൽ നിന്ന് കുറേ റൂട്ടിൽ പോകുന്ന ബസ്സുകളുണ്ട് കേട്ടോ. ചിറ്റാരിക്കാല്, വെള്ളരിക്കുണ്ട്, ആലക്കോട്, പിന്നെ തിരുമേനി, അങ്ങനെ കുറേ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഇവിടുന്ന് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പയ്യന്നൂർ ഭാഗത്തേക്കും. ഒരു 5 മിനിറ്റ് നിർത്തിയ ശേഷം ചെറുപുഴയിൽ നിന്ന് നമ്മുടെ ബസ് എടുത്തു. അങ്ങനെ നമ്മൾ പോയടുത്ത് തന്നെ തിരിച്ചെത്തി. പാടിച്ചാലിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇതേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അജിസൽ. ഇത് ചെറിയ ബസ്സാട്ടോ, നമ്മുടെ സാധാരണ ബസ്സിൻ്റെ അത്രയും വയറും കാര്യങ്ങളൊന്നുമില്ല. വീൽ സൈസൊക്കെ ചെറുതാണ്. അതുകൊണ്ടൊരു രസമാണ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണേ. കാനംവയൽ വീഡിയോ, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. ഒരു ബസ് ട്രിപ്പ് കാനംവയൽ എന്ന ഒരു ചെറിയ സ്ഥലത്ത് പോയിട്ട് തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് തന്നെ വന്നു. ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.